പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്നുള്ളത് പെരുമ്പാവൂരിൽ നിന്ന് കോലഞ്ചേരി പോകുന്ന വഴി. ജസ്റ്റ് ഞാൻ ആ വില്ലയും പരിസരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 3 ഡെക്കാൻ്റെ പമ്പാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് നമ്മുടെ 75,000 ലിറ്റർ വരുന്ന ഓവർഹെഡ് ടാങ്കിലേക്കാണ്. അപ്പോൾ ഏറ്റവും കനമുള്ള കേബിൾ എടുത്തേക്കുന്നത് നമ്മുടെ ഡെക്കാൻ്റെ ദിവേഷാണ്. ഈ മോട്ടറിലേക്ക് യൂസ് ചെയ്യുന്നത് BCHൻ്റെ ഒരു 3 ഫേസിൻ്റെ പാനൽ ബോർഡാണ്. ഇത് റിവേഴ്സ് ഇറങ്ങണം. മോട്ടറിൻ്റെ പെർഫോമൻസ് സാറ്റിസ്ഫൈഡ് ആണോ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് പെരുമ്പാവൂരിൽ നിന്ന് കോലഞ്ചേരി പോകുന്ന വഴിക്ക് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്ന സ്ഥലത്തിന് തന്നെ ഏകദേശം ഒരു 1-1.5 കിലോമീറ്ററിനടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഗ്രീൻലാൻഡ് വില്ലാസ് എന്ന് പറഞ്ഞ കുറേ വില്ല പ്രൊജക്റ്റുകൾ നടക്കുന്നൊരു സ്ഥലത്താണ് നമ്മളുള്ളത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഡെക്കാൻ്റെ ഒരു 3 HP 3 ഫേസ് പമ്പ് ഇവിടുത്തെ ആവശ്യത്തിനായിട്ട് സെറ്റ് ചെയ്യുന്നതിനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് പരിചയപ്പെടുത്തുക. അത് കൂടാതെ ഇവിടെ വില്ലകൾ കാര്യങ്ങളൊക്കെ സെയിലിനുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അത് കോൺടാക്ട് ചെയ്യേണ്ട പേഴ്സണൽ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ജസ്റ്റ് ഞാൻ ആ വില്ലയും പരിസരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള വില്ല കാര്യങ്ങളൊക്കെയാണ്. ഈ നമ്മുടെ ചെയ്യാൻ പോകുന്നത് സൈഡൊന്ന് കാണിക്കാം. ഈ സൈഡിലായിട്ട് നമ്മളിപ്പോൾ കാണുന്ന അവിടെയായിട്ട് നമ്മുടെ ഒരു കിണറുണ്ട്. ആ കിണറിൽ നിന്ന് ഈ സൈഡ് കാണിച്ച് നമ്മൾ ഈ വഴി കാണുന്നതിൻ്റെ ഏകദേശം ഒരു 150 മീറ്റർ ദൂരത്തായിട്ട് കുറച്ച് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഹൈറ്റിലായിട്ട് ഒരു ഓവർഹെഡ് ടാങ്ക് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ മോട്ടർ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെയിൻ ഇലക്ട്രീഷ്യൻ നവാസൊക്കെയാണ്. നവാസൊക്കെ ഒന്ന് മുഖം കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഓക്കെ. ഈ മുഖം പെരുമ്പാവൂർ മേഖലയിലുള്ള അത്യാവശ്യം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മുഖമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ. 3 HP 3 ഫേസ് ഡെക്കാൻ്റെ പമ്പാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യുന്നത്. 2 ഇഞ്ച് ഡെലിവറി സൈസ്, 30 മീറ്ററാണ് അതിൻ്റെ ടോട്ടൽ ഹെഡ് വരുന്നത്. വാട്ടർ കൂൾഡ് മോട്ടർ ആയതുകൊണ്ട് അതിൽ വെള്ളം ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് ഒന്ന് മോൻ കാണിച്ചത് ദീപേഷേ. ഇത് അതെ, ഇത് കുഴപ്പമില്ല, മാസ്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെക്കാൻ്റെ ദീപേഷ്. പല വീഡിയോസിലും നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടോ? ഈ കാണുന്നതാണ് കിണർ. മഴക്കാലമായതുകൊണ്ട് അത്യാവശ്യം നിറഞ്ഞു കിടക്കുന്നൊരു കിണറാണ്. ഇതിൽ നമ്മുടെ തന്നെ ഒരു 3-4 പമ്പ് ഇതിൽ തന്നെ കിടക്കുന്നുണ്ട്, പല പല ആവശ്യങ്ങൾക്കായിട്ട് അടിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് നമ്മുടെ 75,000 ലിറ്റർ വരുന്ന ഞാൻ ആദ്യം പറഞ്ഞ ഓവർഹെഡ് ടാങ്കിലേക്കാണ്. അത് നമുക്ക് ഏകദേശം ആ ഒരു വില്ലകളുടെയൊക്കെ ബാക്കിലായിട്ടാണ്. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ കേബിള് ജോയിൻ്റ് ചെയ്യുന്ന വർക്കിലാണ്. സബ്മേർസിബിൾ കേബിൾ നമ്മുടെ സാധാരണ റബ്ബർ കോമ്പൗണ്ടും ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചായിരിക്കും ജോയിൻ ചെയ്യുക. നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചേക്കുന്നതിന് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ മോട്ടറിൽ കോളർ പൈപ്പ് എല്ലാം റെഡിയായി കയറ് കെട്ടിയിട്ടുണ്ട്. ഇതാ നമുക്കിനി കിണറിലേക്ക് ഇറക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. മേളിൽ നമുക്കൊരു ക്രോസ് ബാർ ഉണ്ട് കെട്ടി ഉറപ്പിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ അടുത്തൊരു എക്സ്ട്രാ കയറുണ്ടായിരുന്ന കാരണം നമ്മളത് 2 ഇഞ്ചിൻ്റെ ഓസാണ്. നല്ല വെള്ളത്തിൻ്റെ വെയിറ്റ് വരും. അപ്പോൾ ഓസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കയറ് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നോർത്തത് കെട്ടുന്നുണ്ട്. പിന്നെ മോട്ടർ കെട്ടി ഇറക്കാനായിട്ട് നമ്മുടെ 14 mm മറൈൻ റോപ്പും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഏറ്റവും കനമുള്ള കേബിൾ എടുത്തേക്കുന്നത് നമ്മുടെ ഡെക്കാൻ്റെ ദിവേഷാണ്. ഓക്കെ, നമ്മുടെ മോട്ടർ താഴോട്ട് പോവാണ്. ഏകദേശം വെള്ളത്തിൽ മുട്ടാറായി. ഓക്കെ,
സ്റ്റോറേജ് ടാങ്കിലേക്ക് പോകുന്ന ലൈനാണ്, 2 ഇഞ്ചിൻ്റെ ലൈനാണ്. നേരത്തെ ഇവിടെ ഇരുന്നത് ഒരു ബോർവെൽ പമ്പായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയി. അത് 1.5 ഇഞ്ച് ഡെലിവറി ഉണ്ടായുള്ളൂ. അതിന് പകരമാണ് നമ്മളിപ്പോൾ 2 ഇഞ്ച് ഡെലിവറിയുടെ വയ്ക്കുന്നത്. അപ്പോൾ ആ റെഡ്യൂസ് ചെയ്തിരുന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഡയറക്റ്റ് 2 ഇഞ്ച് തന്നെയാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. ലൈനിലൊരു NRV അവിടെ ഓൾറെഡി ഉണ്ട് ലൈനിൽ. ഈ മോട്ടറിലേക്ക് യൂസ് ചെയ്യുന്നത് BCHൻ്റെ ഒരു 3Phaseൻ്റെ പാനൽ ബോർഡാണ്. ആംബിയറും വോൾട്ട് മീറ്ററും സിംഗിൾ ഫേസ് പ്രിവെൻറ്ററൊക്കെ ഉള്ള ഒരു പാനൽ ബോർഡാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ BCHൻ്റെ കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഹെവി ടൈപ്പ് കോൺട്രാക്ടറുകൾ ഉപയോഗിക്കുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് BCHൻ്റെ. നമ്മളിപ്പോൾ പാനലിലേക്കുള്ള കണക്ഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് കണക്ഷൻ മാറ്റി കൊടുക്കേണ്ട വരും. 3Phase ആയതുകൊണ്ട് നമ്മൾ ഡിസ്ചാർജ് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും. അതെ, അവിടെ നിൽക്കട്ടോ, ആ പൈപ്പിൽ പിടിച്ചോട്ടോ. മുന്താ കുറവാ, ഇത് റിവേഴ്സാറാണ്. ഓക്കെ, ഇപ്പോൾ കണക്ഷൻ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കണക്ഷൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡിസ്ചാർജ് ആവുന്നത്. ഓക്കെ, ആ അതെയല്ലേ നിർത്തി. ഓക്കെ, ഇപ്പോൾ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം 6 ആംപിയറാണ് നമ്മുടെ കറണ്ട് എടുക്കുന്നത്. ലൈൻ നമ്മൾ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് ഡയറക്റ്റ് ടാങ്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കവിടെ ടാങ്കിലൊന്ന് കാണാൻ പറ്റുമോ നോക്കാം. നമുക്ക് ടാങ്ക് ഇരിക്കുന്ന സ്ഥലം ഇനി ഒന്ന് നോക്കാം. ജസ്റ്റ് വില്ലയുടെ വ്യൂസൊക്കെ കാണിച്ചു തരാം. കുറേ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വില്ലകളുണ്ട്. ഫൈറ്റ് തരുന്നു. റൈറ്റ്, ഓക്കെ, കുറച്ചുകൂടെ നേരം അവിടെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് ഇരിക്കുന്നത്. ഇതിൻ്റെ മേളിലേക്കാണ് നമ്മളിപ്പോൾ നിലവിൽ പമ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ മേളിലെത്തി. ഇതിൻ്റെ അടിയിലാണ് വെള്ളം ചാടുന്നത്. ഞാൻ കാണാൻ പറ്റുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ നിലവിലുള്ള ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നവാസുക്ക, നമ്മുടെ ഈ സൈറ്റിലെ ഇലക്ട്രീഷ്യനാണ്. പിന്നെ ഇവിടെ വില്ലയെല്ലാം കൊടുക്കാനുണ്ട്. അതിൻ്റെ പ്രത്യേക ഒരു പ്രൊമോഷൻ കൊടുക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇനി എത്ര എണ്ണം ഉണ്ടാകും കൊടുക്കുക? ഓക്കെ, 10-15 ഇനിയും കൊടുക്കാനുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ നവാസുക്കയുടെ നമ്പർ കൊടുക്കാം. വില്ല ആവശ്യമുള്ളവർ ഇക്കേനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ നമ്മുടെ മോട്ടറിൻ്റെ കാര്യങ്ങൾ, മോട്ടറിൻ്റെ പെർഫോമൻസ് സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്. ഡെക്കാൻ ഇതിനു മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്താണ് ഡെക്കാനെ കുറിച്ചുള്ള അഭിപ്രായം? മൊത്തത്തിൽ നല്ല മോട്ടർ. ദീപേഷിന്റെ മുഖം തീർക്കാവോ? അതെ, മാസ്ക് ടയറിന് മാത്രം ദീപേഷിന്റെ സന്തോഷം എന്താ പറയാ കാണുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.